ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കേരളത്തിന്റെ പൊതുസമൂഹത്തോട് എനിക്കുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദുർബലമായാൽ ആ സ്പേസ് ആരും കൊണ്ടുപോകും? വർഗീയ ശക്തികൾ കൊണ്ടുപോകും. അതിനെ തടുത്തു നിർത്തുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് ലീഗിനെ എതിർക്കുന്നവർ അത് മനസ്സിലാക്കണം. അവര് UDFന്റെ കൂടെയുള്ള, കോൺഗ്രസിന്റെ കൂടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ഈ വിജയത്തിൽ നിർണായകമായ പങ്കുവഹിച്ചൊരു കക്ഷിയാണ്. അവര് ഞങ്ങളുടെ കൂടെ കരുണാകരന്റെ കാലത്തും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് അന്നു മുതൽ. അവർക്ക് പ്രധാനപ്പെട്ട റോളുണ്ട്. പക്ഷെ അവരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് ഒരു വിദ്വേഷ ക്യാമ്പയിൻ കേരളത്തിൽ ഉണ്ടാക്കി ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. സെക്യുലർ നിലപാടിന്, മതേതര നിലപാടിന് ഒരു കോംപ്രമൈസും ഇല്ല. കേരളത്തെ ഭിന്നിപ്പിക്കാൻ സമ്മതിക്കില്ല. വരാനിരിക്കുന്ന തലമുറകൾ സൗഹാർദ്ദത്തോടുകൂടി, നമ്മുടെ മക്കളും കൊച്ചുമക്കളും സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുന്ന ഒരു കേരളം, അത് തകർക്കാൻ ഒരു ശക്തിയെ സമ്മതിക്കില്ല. എന്തു വില കൊടുത്ത് അതിനെ എതിർക്കും. BJPയുടെ പരിപാടി എന്താണ്? വിദ്വേഷ പ്രചരണമാണ്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്വേഷ പ്രചരണം നമ്മളെ ഭിന്നിപ്പിക്കാനാണ്. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്? നിങ്ങൾ എത്ര ഇതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ മൈക്ക് വയ്ക്കുമ്പോൾ ഒരു തള്ളലല്ലാതെ ഭയങ്കര സ്നേഹബന്ധവും ഹൃദയബന്ധവും നിങ്ങൾ തമ്മിലില്ലേ? വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവര്. അതിലൊരു ഭിന്നിപ്പുണ്ടായാലും ഒന്ന് സങ്കല്പിച്ചു നോക്ക്. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അതൊന്നും സമ്മതിക്കില്ല കേരളത്തിൽ. നമ്മൾ പറയില്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഈ രാജ്യത്തോടുള്ള കേരളത്തിന്റെ പ്രഖ്യാപനമാണ്. ഞങ്ങളുടേത് മതേതര കേരളമാണെന്ന്. അതമ്മ ഒരു പോറൽ വീഴ്ത്താൻ സമ്മതിക്കില്ല.